आगे बूस्ट मिल्क हॉर्लिक्स मिल्क शरबत वांगड़ी आगे बूस्ट मिल्क हॉर्लिक्स मिल्क शरबत बूस्ट मिल्क हॉर्लिक्स मिल्क शरबत ഇത് ബൂസ്റ്റ് മിൽക്ക് അല്ലേ? ഈ ജ്യൂസ് നോന് കൊടുക്ക്, അവൻ കുടിക്കട്ടെ, കുടിക്കടാ, ഉഷാറാട്ടെ, കുടിച്ചോ, ഞാൻ വാങ്ങുന്നതല്ലേ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ അവധിക്കാരാണല്ലോ, സ്കൂളൊക്കെ പൂട്ടി ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളെ കടുങ്ങല്ലൂരിൽ നിന്ന് ഇങ്ങനെ ചെറപ്പാലം പിന്നെ റോട്ടിൽ നിന്ന് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു കച്ചവടം കണ്ടു, ഒരു കുഞ്ഞു കച്ചവടം. അപ്പോൾ എന്താണ് ഇവരെ ഒരു കച്ചവടം നമുക്ക് ചോദിച്ചറിയാം. കാരണം വെച്ചാൽ ഇവിടെ റോഡ് സൈഡിനൊരു പുരയൊക്കെ കെട്ടി ഇങ്ങനെ കുറച്ച് കുട്ടികൾ കൂടിയിട്ട് വലിയൊരു കച്ചവടം കേട്ടോ, വലിയ സംഭവമാണിത്. അപ്പോൾ ഹലോ, ആരതിൻ്റെ മുതലാളി ആരാ? എന്നാ എണീറ്റിക്ക്, ഇജ്ജ് മാത്രമേ ഉള്ളൂ മുതലാളി? പിന്നെ ആരല്ലേ? പിന്നെ വേറെ രണ്ട് മൂന്നൊക്കെ. ആരൊക്കെ? ഓ അതിൻ്റെ മുതലാളിയാ? ഇവനോ? അപ്പോൾ നിങ്ങൾ എത്ര പേര് കൂടിയിട്ടേ കച്ചവടം തുടങ്ങി? അത് പോട്ടെ, ആദ്യം ഇവിടെ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ കച്ചവടം? ഞങ്ങളേലോ ഞങ്ങളടുത്ത് ബൂസ്റ്റ് സുൽക്കി, ഓലി സുൽക്കി, പിന്നെ സർബത്ത്, മാങ്ങ, ബത്തക്കള്ളം, ഉപ്പിലിട്ടൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടത്. എങ്ങനെയാണ് ഇങ്ങനെ കച്ചവടം തുടങ്ങാൻ ഒരു ആശയം തോന്നിയത്? അല്ല ഒന്നുമില്ല, ഏതായാലും വെറുതെ തീർക്കേനി, അപ്പൊ ഒന്ന് തുടങ്ങി. സ്കൂൾ പൂട്ടിയില്ലേ? അപ്പം പിന്നെ എപ്പോഴാണ് രാവിലെ കട തുറക്കല്? രാവിലെ 10 മണിയാകുമ്പോൾ. 10 മണിക്ക്? 10 മണി. എപ്പോഴാണ് കട അടക്കുക? അടക്കല് വൈകുന്നേരം ഒരു 6 മണി. നിങ്ങൾ എത്ര പേര് കൂടിയിട്ടായി കട തുടങ്ങി? 4 ആള്. 4 ആള്? വൈകുന്നേരം 4 ആൾക്കൊരു വിധിച്ചു കൊടുക്കണ്ടേ? എന്നും പൈസ 2 ആളൊക്കെ ഉണ്ടാവുള്ളൂ, എന്നും 4 ആളുണ്ടാവില്ല, ഇടയ്ക്ക് 2 ആൾ, ഇടയ്ക്ക് 4 ആള്. അല്ല, മൊത്തം 4 ആൾ ഷെയർ അല്ലേ ഇത്? എവിടുന്ന് സാധനമൊക്കെ വാങ്ങാറില്ലേ? സാധനം അങ്ങാടിന്ന് വാങ്ങും. അപ്പോൾ ബൂസ്റ്റ് കുൽക്കി നല്ല ദമ്മ് സാധന. എത്ര ഒരു ബൂസ്റ്റ് കുൽക്കിക്ക് എത്ര? 30 റുപ്യ ഉള്ളൂ? 30 റുപ്യ കൊടുത്താൽ കൊക്കുവോ? എന്നാലും ബൂസ്റ്റ് കുൽക്കി ഉണ്ടാക്കിയാ ഞാൻ കുടിച്ചോട്ടെ. പിന്നെ ഒരാൾ ഇവിടെ നിന്ന് ഇങ്ങനെ റോട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ബൂസ്റ്റ് കുൽക്കിയാറിന് അയ്യവനാ അവന് ജോലി അതാ. അപ്പോൾ ചങ്ങന്മാരെ, ഇപ്പോൾ ഈ സമയത്ത് നിങ്ങളെ പോലത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കും കളിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലേ? എടാ, നിങ്ങൾക്കൊന്ന് കളിക്കാൻ പോലെ താല്പര്യമില്ലേ? ഇവ ഇവിടെ ബൂസ്റ്റ് കുൽക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കാണാൻ നമ്മൾ. സർവത്തൊക്കെ കഴിച്ചോ? കഴിച്ചോ? പാല് കുറവാടാ? പാലുണ്ടാവൂലേ? ഇതെന്താ, ഐസിൻ്റെ പെട്ടിയോ? തണുപ്പ് പതുക്കാൻ. അത് ശരി. ബൂസ്റ്റ് കുൽക്കി, ഹോർലിക്സ് കുൽക്കി, സർബത്ത് അല്ലേ? സംഭവം ഉഷാറാട്ടോ. ഇതൊക്കെ വേണം, ഇങ്ങനെയൊക്കെയാണ് കച്ചവടം പഠിക്കല് അല്ലേ? വീട്ടിൽ നിന്നൊക്കെ സപ്പോർട്ടുണ്ടോ? വീട്ടിൽ നിന്ന് എന്താ പറയാ അമ്മിപ്പൊക്കെ കച്ചവടം ചെയ്തിട്ട്? എന്താ പറയാ? ശമ്പളം വണ്ടി വരുന്ന പറ. ഇത് ബൂസ്റ്റ് കുൽക്കിയില്ലേ? ഇപ്പം നിങ്ങൾ മുതലാളി പെട്ടാളല്ല? എൻ്റെ വീട് ഇവിടെ കടയിലേ ഇല്ല. പിന്നെ ഇവിടെ എങ്ങനെ ഞാൻ വന്നപ്പോഴേ ഇരിക്കണ്ടല്ലോ ഇവിടെ. കാണിക്കണ? അത് ശരി. അപ്പേ ഈ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലേ, ഈ ജ്യൂസ് നോന് കൊടുക്ക്, അവൻ കുടിക്കട്ടെ, കുടിക്കടാ, ഉഷാറാട്ടെ, കുടിച്ചോ, ഞാൻ വാങ്ങുന്നതല്ലേ. അപ്പം ഓൻ കടയിലെ മുതലാളിയല്ലല്ലോ? അപ്പോൾ കുടിക്കട്ടെ. അതിൻ്റെ പേരെന്താ? നിയാസ്. എവിടെ സ്കൂളിൽ പഠിക്കണേ? മജ്മയിലാ? ഇപ്പോൾ ഒഴിവാണല്ലോ അല്ലേ? ജ്യൂസ് എങ്ങനെയുണ്ട്? അഭിപ്രായം പറയടാ, ജ്യൂസ് എങ്ങനെയുണ്ട്? അല്ലേ? എവിടുന്ന് ബൂസ്റ്റ് കുൽക്കി ഉണ്ടാക്കി പഠിച്ചു? ഓരോ കടയിൽ നിന്ന് ഉണ്ടാക്കണ, ഓരോ കടയിൽ ഉണ്ടാക്കും, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കും, അപ്പം അങ്ങനെ പഠിച്ച്.
അപ്പോൾ സമയം നമ്മൾ ജ്യൂസ് ഉസാറായില്ലേ? അവിടെ പേര് ജ്യൂസ് കിട്ടിയില്ല എനിക്ക്. അവന് സന്തോഷം നോക്കിയാ. അപ്പോൾ സ്കൂള് തുറക്കോളി കച്ചവടം ഉണ്ടാവുമോ? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഞങ്ങളെ ഉദ്ദേശം വിറ്റ് പൈസ കിട്ടുക. ഈ പൈസ കിട്ടി എന്ത് ചെയ്യും? കുറേ പൈസ ആയാലും ഗ്രൗണ്ടിലേക്ക് വന്ന് വാങ്ങും അല്ലേ? ആ ആ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. സ്കൂൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും. ഇപ്പം നിങ്ങൾ തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഈ 5-6 ദിവസമായിട്ട് എത്ര രൂപ ലാഭമുണ്ട്? 500 രൂപ ലാഭമായോ മുതൽ കഴിച്ചിട്ട്? ആ എന്നാ നല്ല പരിപാടിയാണല്ലോ. ആ അത് ശരി. അപ്പം സംഗതി നല്ല പരിപാടി കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടാവല്ലോ ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യും? ഷെഡ് കിട്ടിയത്. കടക്ക് പേരുണ്ടോ? ആ എന്താ പേരിടാ നീ? ഇന്നുണ്ടാക്കിയിട്ടുള്ളൂ വെയിലത്ത്? ആ അത് ശരി. അപ്പോൾ എന്തായാലും നിങ്ങൾ കച്ചവടം ഉഷാറാട്ടെ. കച്ചവടേ ഉഷാറാട്ടെ. നിങ്ങളെ 2 പാർട്ട്ണർമാരുടെ നിങ്ങളെ 2 പാർട്ട്ണർമാരോട് ബാക്കിയില്ല. നിങ്ങൾ 4 ആളല്ലേ? 5 ആളോ? നല്ല ബാക്കി 2 ആളൂടെ. ആ ആ ആ അല്ലടാ വണ്ടിക്കാരൻ എങ്ങനെ വിളിച്ച വണ്ടിക്കാരൻ നിർത്തി വാങ്ങുമോ? നിർത്തും. എന്താ പറയാ നിങ്ങളെ ബൂസ്റ്റ് കുലുക്കി കുടിച്ചിട്ട് ജനങ്ങളെ അഭിപ്രായം എന്താ? അഭിപ്രായം കുറച്ചൊക്കെ അടിപൊളിയാണ്. തന്നെ? ആ ശരി. അപ്പോൾ സുഹൃത്തുക്കളെ ഏതാ നമ്മുടെ കുഞ്ഞു കുട്ടികളെ കച്ചവടമാണിത്. കാരണം വെച്ചാൽ ഇവർ തുടങ്ങിയിട്ട് ഇത്രയും 4 ദിവസം അല്ലേ? നമ്മളെ കടങ്ങല്ലൂരിൽ നിന്ന് കയറുമ്പോൾ ചെറപ്പാലം റോഡ് വരുമ്പോൾ നമ്മളെ പിന്നെ റോഡ് സൈഡിൽ കാണാം ഇവിടെ കുറച്ച് കുഞ്ഞു കുട്ടികളിങ്ങനെ കച്ചവടം ചെയ്യുന്നു. ബൂസ്റ്റ് കുലുക്കി, ഓർലിക്സ് കുലുക്കി, സർവത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കച്ചവടം, നല്ല കച്ചവടം കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചാൽ സ്കൂൾ അവധിക്കാല വെക്കേഷനാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ പല ഐഡിയകളും തോന്നും. നമ്മളൊക്കെ ചെറുപ്രായത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. കാരണം സ്കൂൾ പിന്നെ റോഡ് സൈഡിലൊക്കെ നല്ല പിന്നെ കച്ചവടങ്ങളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ കണക്കൂട്ടി വീട്ടിലൊക്കെ ചെന്ന് വീട്ടുകാർക്കൊക്കെ സന്തോഷമായി. അപ്പോൾ ഇവർ പറയുന്നത് അതിൽ കിട്ടുന്ന ലാഭം സ്കൂൾക്ക് ബാഗ് കൂടെ ചെരുപ്പൊക്കെ വാങ്ങുന്ന പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഇവിടെ കച്ചവടം ഉഷാറാട്ടെ ഇല്ലേ? എന്താ നിങ്ങൾക്ക് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന പിന്നെ ആളുകളോടൊക്കെ പറയാല്ലേ? എല്ലാവരും വന്ന് വാങ്ങാം. എന്താ പറയലടാ തന്നെ? ഇവ ഇവിടെ ജ്യൂസ് കുടിച്ചിട്ടോ? എൻ്റെ ജ്യൂസിൻ്റെ അഭിപ്രായം എന്താ? ഇവരെ ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ ജ്യൂസ് വാങ്ങി ഇവനെ കൊടുത്തു. നല്ല ജ്യൂസാ? ഉഷാറാ? ആ ഇവതിന് മലയാളില്ല. മലയാളിമാരിതാ 3 ആൾ, പിന്നെ 2 ആൾ കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും കുട്ടികളെ കച്ചവടം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇവരൊക്കെ വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? ജ്യൂസൊക്കെ കുടിക്കുക. ഇവരെത്തുന്നത് ബൂസ്റ്റ് കുലുക്കി, ഓർലിക്സ് കുലുക്കി, സർബത്ത് അല്ലേ? ഒക്കെ എത്ര പൈസ വാങ്ങണ ഒരു ജ്യൂസിന്? ഒരു ജ്യൂസിന് 30 റുപ്യ ഉള്ളൂ അല്ലേ? അല്ലേ? ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു കുട്ടികളെ കച്ചവടം നിങ്ങൾ മനോഹരമാക്കി കൊടുക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ വളരെ സന്തോഷമായി. കാരണം വെച്ചാൽ മനസ്സിന് വളരെ ഹാപ്പി ആയ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഈ പ്രായത്തിൽ കുട്ടികൾ കളിച്ച് നടക്കുമ്പം ഇവരിപ്പോൾ കളിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർ കച്ചവടത്തിൽ ഏർപ്പെട്ടേക്കുക. ഇതൊക്കെ പഠിക്കാൻ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ.